മാറുന്ന സ്ത്രീത്വത്തിന് മാറ്റത്തിന്റെ പുത്തൻ കാഴ്ചകളുമായി എത്തുന്ന ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വപ്രയത്നത്താൽ സമസ്ത മേഖലകളിലും വിജയം കൈവരിച്ച സ്ത്രീ മനസ്സുകളെ കാട്ടിത്തരുന്നു സ്മാർട്ട് ലേഡി. നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ നെടുങ്ങാടി, മോഹിനിയാട്ട നർത്തകിയാണ്. ഇപ്പോൾ കാലടി സംസ്കൃത സർവകലാശാലയിലെ മോഹിനിയാട്ട വിഭാഗത്തിൽ അധ്യാപികയായി ജോലി ചെയ്യുന്നു. കൂടാതെ പുതുപ്പരിയാരത്ത് ദീക്ഷ എന്ന പേരിൽ ഒരു നൃത്ത സംഗീത വിദ്യാലയം നടത്തുന്നുണ്ട്. സംസ്കൃത സാഹിത്യത്തിൽ ബിരുദവും മോഹിനിയാട്ടത്തിൽ ബിരുദാനന്തര ബിരുദവും 1ാം റാങ്കോടെ പാസ്സായതിനു ശേഷം കഴിഞ്ഞ വർഷം വിശ്വഭാരതിയിൽ നിന്നും മോഹിനിയാട്ടത്തിൽ ഡോക്ടറേറ്റ് നേടുകയുണ്ടായി. പത്മഭൂഷൺ കാവാലം നാരായണ പണിക്കരുടെ മോഹിനിയാട്ടത്തിലേക്കുള്ള സംഭാവനകൾ എന്ന വിഷയത്തിലാണ് എൻ്റെ തീസിസ്. ആ തീസിസിനാണ് വിശ്വഭാരതി ഡോക്ടറേറ്റ് നൽകിയിട്ടുള്ളത്. सूजिकामुगः पल्लव त्रिपताकश्च मृगशीर्षा वयस्तथा वर्तमानकलित्यपि हराळ 4 വയസ്സിലാണ് ഞാൻ നൃത്തം പഠിച്ചു തുടങ്ങിയത്. എൻ്റെ ഗുരുനാഥ ശ്രീമതി വിനീത നെടുങ്ങാടിയാണ്. ആദ്യം മുതൽ തന്നെ ഞാൻ വിൻചേച്ചി എന്ന് വിളിക്കുന്ന എൻ്റെ ഗുരുനാഥ ഓരോ ചുവടും അറിഞ്ഞു തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുതന്നെയാണ്, ആ പഠന രീതി തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ മോഹിനിയാട്ടത്തെ ഗൗരവമായി കാണാനും ഒരു കാരണവും നിമിത്തവുമൊക്കെ ആയത്. എല്ലാവരെയും പോലെ മോഹിനിയാട്ടം ഭരതനാട്യം ആദ്യം പഠിച്ചു തുടങ്ങി. അത് കഴിഞ്ഞൊരു ഘട്ടം എത്തിയപ്പോൾ മോഹിനിയാട്ടത്തോടായി ഇഷ്ടം. അതിനും കാരണം എൻ്റെ ഗുരുനാഥയുടെ പെർഫോമൻസ് തന്നെയാണ്. വിൻചേച്ചിക്ക് മോഹിനിയാട്ടത്തോടുള്ളൊരു ആഭിമുഖ്യവും വിൻചേച്ചിയുടെ മോഹിനിയാട്ടം കണ്ട് അതിനോടൊരു വല്ലാത്തൊരു ഇഷ്ടവും തന്നെയാണ് മോഹിനിയാട്ടത്തിലേക്ക് എന്നെയും കൊണ്ടെത്തിച്ചത്. ഒരു ഘട്ടം എത്തിയപ്പോൾ മോഹിനിയാട്ടം വേണോ ഭരതനാട്യം വേണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നിരുന്നു. നിസ്സംശയം എനിക്ക് അന്ന് തീരുമാനം എടുക്കാൻ പറ്റി, മോഹിനിയാട്ടം മതി എന്നുള്ളത്. അത് തുടർന്ന് വിൻചേച്ചിയുടെ അടുത്ത് തന്നെയാണ് പഠിച്ചിരുന്നത്. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിൻ്റെ ടാലൻറ്റഡ് യങ് ആർട്ടിസ്റ്റ് സ്കോളർഷിപ്പ് കിട്ടുകയുണ്ടായി. അതും ആ ഒരു 2 വർഷത്തെ പഠനവും വിൻചേച്ചിയുടെ അടുത്ത് തന്നെയാണ് നടത്തിയത്. അതിനുശേഷം MA ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്ന രീതിയിൽ MA കാലടി സംസ്കൃത സർവകലാശാലയിൽ നിന്നും എടുത്തു. നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്നും നമ്മുടെ അമ്മ തന്നെയാണ്. അതുപോലെയാണ് നമുക്ക് നമ്മുടെ കലാരൂപങ്ങളും. എന്തുകൊണ്ടോ മോഹിനിയാട്ടം നമ്മളുടേത് തന്നെയാണ്. ആ ഒരു ഇഷ്ടം മോഹിനിയാട്ടത്തോട് എന്നും ഉണ്ടായിരുന്നു. പിന്നെ മോഹിനിയാട്ടത്തിൻ്റെ ചലനങ്ങൾ വല്ലാത്ത ഒരു തരം ആകർഷണം മോഹിനിയാട്ടത്തിൻ്റെ ചലനത്തിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മോഹിനിയാട്ടം മതി, മോഹിനിയാട്ടത്തിൻ്റെ ഒരു ശരീരഭാഷ എൻ്റെ ശരീരത്തിലേക്ക് സ്വാംശീകരിച്ചത്. ആ ഒരു മോഹിനിയാട്ടത്തോടുള്ള ഇഷ്ടം തന്നെയാണ് ഭരതനാട്യം വേണ്ട, മോഹിനിയാട്ടം മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എന്നെ എത്തിച്ചത്. നർത്തകി ആയതുകൊണ്ടല്ല, വളരെ ഒരു 8ാം ക്ലാസ് മുതൽ ഒക്കെയുള്ളൊരു ആഗ്രഹമാണ് നൃത്തത്തിലൊരു PhD എടുക്കുക എന്നുള്ളത്. അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെയാണെന്നോ എന്താണെന്നോ PhD എന്താണെന്ന് പോലും അറിയില്ല. പക്ഷെ അന്ന് മുതൽ അകത്തുള്ളൊരു ആഗ്രഹമാണ് മോഹിനിയാട്ടത്തിൽ ഡാൻസിലൊരു PhD എന്നുള്ളത്. എനിക്ക് ഉറപ്പിച്ച് പറയാം, ഞാൻ 10th ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ഈ ഓട്ടോഗ്രാഫ് ബുക്കിൽ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്, എനിക്ക് വലുതായാൽ നൃത്തത്തിലൊരു PhD എടുക്കണം എന്നുള്ളത്. ഈശ്വരാധീനം അത് ആ ഒരു ലക്ഷ്യബോധമായിരിക്കാം ഇന്ന് മോഹിനിയാട്ടത്തിലൊരു PhD ചെയ്യാൻ എന്നെ പ്രാപ്തയാക്കിയത്. അത്
നൃത്തം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് അന്നേ ഒരു തോന്നലുണ്ടായിരുന്നു. പിന്നെ അതിനുള്ള വഴി ദൈവം തുറന്നു തന്നു എന്നേ പറയാൻ പറ്റൂ. हंसास्य पुनरञ्जलि अर्धचन्द्रश्च मुकुरो भ्रमर सूजिकामुखः पल्लव त्रिपताकश्च मृगशीर्षा वयस्तथा वर्धमानकलित्यपि ഒരുപാട് വേദികൾ കുറേ ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. എന്നാൽ കുറേ വേദികൾ ചെയ്യുകയും ചെയ്തു. ഓരോ വേദിയും ഓരോ അനുഭവമാണ് തന്നിട്ടുള്ളത്. കാരണം ഇപ്പോൾ ചില വേദികൾ ഞാൻ ഭയങ്കര തൃപ്തിയാണ്, എനിക്ക് ഇങ്ങനെ ഞാൻ നന്നായി ചെയ്തു എന്നുള്ളൊരു തോന്നലുണ്ടാവും. അപ്പോൾ പക്ഷേ നമുക്ക് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് മറിച്ചൊരു ഫീഡ്ബാക്ക് ഇല്ല, കഴിഞ്ഞ അതിന് മുമ്പത്തൊരു വേദിയാണ് കുറച്ചും കൂടി നന്നായത് എന്നുള്ള തരത്തിൽ ഫീഡ്ബാക്ക് തരുന്ന ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വീണ്ടും ചിന്തിക്കാൻ പ്രേരിപ്പിക്കും, എവിടെയാണ് പ്രശ്നങ്ങൾ എന്ന തരത്തിൽ. ചില വേദികൾ നേരെ മറിച്ചും ഒരു നൃത്തത്തിൻ്റെ എന്താ പറയുക, ആനന്ദം, പരബ്രഹ്മാനന്ദ സോദനം എന്ന് പറയുന്ന തരത്തിൽ ഒരു നൃത്തം കൊണ്ട് ഞാൻ ആനന്ദം അനുഭവിക്കുന്ന തരത്തിലുള്ള ചില വേദികളും ഉണ്ടായിട്ടുണ്ട്. യുവജനോത്സവ വേദികളുടെ ഒരു ഒട്ടും ആവാത്ത ഒരാളാണ് ഞാൻ. കാരണം ആദ്യം മുതലേ കല മത്സരത്തിനുള്ളതല്ല എന്ന് വിശ്വസിച്ച് കല പഠിക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരാളാണ്. നമുക്ക് പരിശോധിച്ചാൽ അറിയാം, മുമ്പത്തെ ഒരു യുവജനോത്സവ വേദികളും ഇന്നത്തെ ഒരു യുവജനോത്സവ വേദികളുടെ ഒരു മാറ്റം. എത്ര നർത്തകികൾ യുവജനോത്സവ വേദികളിൽ നിന്ന് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എന്ന് നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. യുവജനോത്സവ വേദികൾ എത്രത്തോളം ഒരു നർത്തകിയെ സൃഷ്ടിക്കാൻ യുവജനോത്സവ വേദികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അഫ്കോഴ്സ് ഒരുപാട് സിനിമ താരങ്ങൾ യുവജനോത്സവ വേദികളിലൂടെ വന്നിട്ടുണ്ട്. അതല്ലാതെ അരങ്ങത്ത് നിൽക്കുന്ന എത്ര നർത്തകികൾ യുവജനോത്സവ വേദികളിൽ നിന്ന് മുന്നോട്ട് വന്നു എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇന്നത്തെ യുവജനോത്സവ വേദികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വ്യവസായമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കലയ്ക്കൊക്കെ അപ്പുറത്ത് മറ്റ് പല മേഖലകളിലും നടക്കുന്ന കളികളും പല വ്യവസായങ്ങളുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് ഇന്നത്തെ യുവജനോത്സവ വേദികളെ ഞാൻ നോക്കിക്കാണുന്നത്. തീർച്ചയായിട്ടും എന്നെ നൃത്തത്തിലേക്ക് ആദ്യത്തെ ഏറ്റവും പ്രധാനമായിട്ട് എന്നെ സ്വാധീനിച്ചിട്ടുള്ളത് എൻ്റെ ഗുരുനാഥ തന്നെയാണ്. കാരണം വിൻചേച്ചിയുടെ നൃത്തത്തിനോടുള്ള ഒരു ആത്മാർത്ഥതയും ആ ഒരു വഴി കണ്ട് തന്നെയാണ് വളർന്നിട്ടുള്ളത്. അതല്ലാതെ ഒരുപാട് നർത്തകിമാർ ചെയ്യുന്നത് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ആവണം എന്നുള്ളൊരു ആഗ്രഹം. അതിപ്പോൾ അലർമേൽ വള്ളിയുടെ പെർഫോമൻസുകൾ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം രൂപത്തിനപ്പുറത്ത് നൃത്തം കൊണ്ട് അരങ്ങത്ത് പലതും ചെയ്യാൻ പറ്റും എന്ന് ഒരു തരത്തിൽ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു നർത്തകിയായിട്ട് അലർമേൽ വള്ളിയുടെ നൃത്തം വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രിയദർശിനി ഗോവിന്ദൻ്റെ ഒരുപാട് ഇഷ്ടമാണ്. ഗുരു ചന്ദ്രശേഖരൻ സർ, ധനഞ്ജയൻ സർ, മീനാക്ഷി ശ്രീനിവാസൻ, അങ്ങനെ പേരെടുത്ത് പറയാൻ ഒരുപാട് പേരുണ്ടാവും. മോഹിനിയാട്ടത്തിലായാലും അതെ, എൻ്റെ ഗുരുനാഥയെ പോലെ തന്നെ ഡോക്ടർ നീന പ്രസാദ്, പല്ലവി കൃഷ്ണൻ, ഡോക്ടർ മേത്തിൽ ദേവിക, ഓരോരുത്തരുടെ നൃത്തത്തിലും ഓരോ തരത്തിലുള്ള സൗന്ദര്യത്തെ കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സ്വാധീനം ചെലുത്തുന്നവരുമാണ്. നൃത്തം പണത്തിനും പ്രശസ്തിക്കും വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് എനിക്കങ്ങനെ മുഴുവനായിട്ട് ഞാൻ അത് സമ്മതിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം കലയോട് കൃത്യമായിട്ട് ഒരു ഇഷ്ടം ഉള്ള ഒരാൾ ഒരിക്കലും പണത്തിൻ്റെ പിന്നാലെ പോവില്ല. പണത്തിന് പിന്നാലെ പോയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കല കിട്ടുകയില്ല. കലയോട് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അത് തരുന്നൊരു ആനന്ദം മാത്രം. ഒരിക്കലും ഒരു നൃത്തം പഠിച്ചതുകൊണ്ട് മാത്രം ഒരു ഫെയിമോ അല്ലെങ്കിൽ കുറേ പൈസ ഉണ്ടാക്കുക അത് ഒട്ടും നടക്കില്ല. ഒരു പക്ഷേ
എനിക്കറിയാം കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഡാൻസ് പഠിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ അത് ഭയങ്കര ചിലവുള്ള കാര്യം, അതുകൊണ്ട് ഡാൻസ് വേണ്ട എന്ന് പറയുന്ന ആൾക്കാരെ എനിക്കറിയാം. അതുകൊണ്ട് നൃത്തം പൈസ തരും എന്നുള്ളതൊരു തെറ്റായൊരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതിനപ്പുറത്തൊരു ആനന്ദം നൃത്തത്തിന് നൽകാൻ പറ്റും. ഇന്ന് ഇങ്ങനെ ഇരിക്കാൻ എന്നെ പ്രാപ്തയാക്കിയത് എൻ്റെ കുടുംബം തന്നെയാണ്. ഏറ്റവും പ്രധാനമായിട്ട് അമ്മ, അതിനുശേഷം എന്താ പറയുക, എൻ്റെ നട്ടെല്ല് എന്ന് തന്നെ എനിക്ക് പറയാം എൻ്റെ ഹസ്ബൻഡാണ്. ഓരോ ചുവട് ഞാൻ വെക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നും അത് ഉറച്ച് വിശ്വസിക്കുന്നു. ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുള്ളത്. ഓരോ വേദികൾ ചെയ്യാൻ പോകുമ്പോഴായാലും എല്ലാ തരത്തിലും സമഗ്രമായിട്ട് ഞാൻ എന്ന വ്യക്തി ഇന്നിങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ രണ്ട് വലിയ ശക്തികൾ, ഒന്ന് എൻ്റെ അമ്മയും ഒന്ന് എൻ്റെ ഹസ്ബൻഡുമാണ്. പിന്നെ എടുത്തു പറയാം, എനിക്ക് മോനുണ്ട്. മോൻ വളരെ ചെറുതാണെങ്കിൽ പോലും ഒരു തരത്തിലും എൻ്റെ അകത്തെ നർത്തകീനെ ബുദ്ധിമുട്ടിക്കാതെ വളരെ നല്ല കുട്ടിയായി എൻ്റെ കൂടെ നിൽക്കുന്നൊരു മോനാണ് എനിക്കുള്ളത്. അതൊക്കെ തന്നെയാണ് എൻ്റെ ശക്തിയും. सूजिकामुगः पल्लव त्रिपताकश्च मृगशीर्षा वयस्तथा वर्तमानकलित्यपि ആദ്യമായിട്ട് എനിക്ക് ടാലൻറ്റഡ് യങ് ആർട്ടിസ്റ്റ് സ്കോളർഷിപ്പ് മിനിസ്ട്രി ഓഫ് കൾച്ചറിൻ്റെ ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ഡൽഹി ദൂരദർശൻ്റെ എ ഗ്രേഡ് കിട്ടുകയുണ്ടായി. പിന്നീട് ഭുവനേശ്വർ നവീൻ കലാകാർ നൃത്ത സമ്മേളനം എന്നൊരു നൃത്യജ്യോതി പുരസ്കാരം, അതൊക്കെയാണ് എടുത്ത് പറയത്തക്ക. 1-2 പ്രൊഡക്ഷൻസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നതുണ്ട്. ഇപ്പോൾ ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നൊരു പ്രോജക്റ്റ് ONV സാറുടെ സ്വയംവരം എന്ന കവിതയുടെ ഒരു നൃത്താവിഷ്കാരമാണ്. അതിനുശേഷം മനസ്സിൽ ആഗ്രഹമുള്ളൊരു വിഷയം ദേവകിയാണ്. കൃഷ്ണൻ്റെ അമ്മയായ ദേവകീനെ രംഗത്ത് അവതരിപ്പിക്കണമെന്ന്. അത് കൃത്യമായിട്ട് ഒരു അമ്മ എന്നുള്ള തരത്തിൽ തന്നെ ദേവകിയെ രംഗത്ത് കൊണ്ടുവരണം മോഹിനിയാട്ടത്തിലൂടെ എന്നാണ് ഒരു ആഗ്രഹം. നൃത്തത്തെ സംബന്ധിച്ചിടത്തോളം കല ഇന്നിപ്പോൾ എല്ലാവരും ഒരു തരത്തിൽ എൻ്റെ കുട്ടി എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി ഡാൻസും പാട്ടും പഠിക്കുന്ന കുട്ടികളെയാണ് അധികവും കാണാൻ പറ്റുക. അതിൽ വളരെ അപൂർവം ചിലരാണ് അതിലേക്ക് തിരിഞ്ഞ് നൃത്തത്തോട് വല്ലാത്തൊരു താല്പര്യത്തോടെ വരുന്നത്. ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, ചെറിയ കുട്ടികളെന്നല്ല വലിയവരായാലും, നൃത്തം ഒരേ സമയം നമ്മുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ശക്തി തരുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നൃത്തം നിങ്ങൾ തുടർന്ന് പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ശരീരത്തിൻ്റെ മുകളിലൊരു കൺട്രോള് നേടിയെടുക്കാൻ നൃത്തം കൊണ്ട് സാധിക്കും. കാരണം അടി തൊട്ട് മുടിയോളം നിങ്ങളുടെ ചലനങ്ങളെ കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ നൃത്തത്തിലൂടെ പഠിക്കുന്നത്. അതേപോലെ തന്നെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും നൃത്തം നല്ലോണം സഹായിക്കും. ഈ നൃത്തത്തിൻ്റെ ഇത്തരം ആസ്പെക്റ്റ് ഒന്നും പലപ്പോഴും കുട്ടികളിലേക്കോ അല്ലെങ്കിൽ ആൾക്കാരിലേക്കോ എത്തുന്നില്ല. നൃത്തത്തെ കാണുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി യുവജനോത്സവ വേദികളിൽ ചെയ്യാൻ, അവിടെ തൻ്റെ കുട്ടി ഡ്രസ്സ് ചെയ്ത് ചെയ്യുന്നു, കുറച്ച് ഗ്രേസ് മാർക്ക് കിട്ടുന്നു, അവിടെ തീരുകയാണ് നൃത്തം. അതിനപ്പുറത്ത് നൃത്തം തരുന്ന ഒരു ആനന്ദം അനുഭവിക്കാനുള്ള ഒരു അവസരം കുട്ടികൾക്ക് നിഷേധിക്കപ്പെടുന്നത് കൊണ്ടാവാം ഇന്ന് നൃത്ത മേഖല ഒരു വാണിജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ദീക്ഷയെ സംബന്ധിച്ചിടത്തോളം ദീക്ഷ എന്ന വാക്കിൻ്റെ ഒരു അർത്ഥം വരുന്നത് ട്രാൻസ്ഫറിങ് നോളജ് എന്നാണ്. അപ്പോൾ അവിടെ ചേരാൻ വരുന്ന കുട്ടികളോട് ആദ്യമേ പറയാറുണ്ട്, മത്സരത്തിന് വേണ്ടി ഞങ്ങൾ പഠിപ്പിക്കാറില്ല. അതുപോലെ അരങ്ങേറ്റം, ഇതാണ് സ്ഥിരം നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യം. അങ്ങനെയൊന്നുമല്ലാതെ കൃത്യമായി ശാസ്ത്രീയ രീതിയിൽ തന്നെ ഭരതനാട്യമായാലും മോഹിനിയാട്ടമായാലും സംഗീതം ആയാലും പഠിക്കാൻ ഉള്ളൊരു അവസരം ദീക്ഷയിൽ ഒരുക്കുന്നുണ്ട്.
അപ്പോൾ ഇതൊന്നുമല്ല, മത്സരത്തിനല്ലാതെ കല പഠിക്കാൻ നിങ്ങൾക്ക് ദീക്ഷയിലേക്ക് സ്വാഗതം എന്നാണ് ആദ്യമേ പറയാറ്. ദൈവാധീനം ആ ഒരു തോട്ട് ഷെയർ ചെയ്യുന്ന കുറേ നല്ല ആൾക്കാരും അവരുടെ മക്കളും ഇന്ന് ദീക്ഷാ കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ട്. പിന്നെ ദീക്ഷയുടെ ഭാഗമായിട്ട് വളരെ കലയോട് ഒരുപാട് താല്പര്യവും, നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ട് ഇല്ലാത്തത് കൊണ്ട് കല പഠിക്കാൻ പറ്റുന്നില്ല എന്ന് വരുന്ന വളരെ കുറച്ച് നിർധനരായ കുട്ടികൾക്ക് പഠിക്കാനൊരു അവസരം ദീക്ഷയിൽ ഒരുക്കിയിട്ടുണ്ട്. ഹംസാസ്യ പുനരഞ്ജലി അർദ്ധചന്ദ്രശ്ച മുകുരോ ഭ്രമര സൂചികാമുഖഃ പല്ലവ ത്രിപതാകശ്ച മൃഗശീർഷാ വയസ്കഃ